ഇപ്പോൾ ഉണ്ട് മുറിക്കാം. ഇറ്റ്സ് മീ ജസ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. ഇത് ക്ലാസ്സുള്ള ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ നല്ല മഴലുണ്ടായിനി. അങ്ങനെ കുറച്ച് തേങ്ങ ഒക്കെ ചെറുവി കൊടുത്തു ഉമ്മാക്ക്. ഇന്നാണെങ്കിൽ ദോശയും അതേപോലെ ചെറുപ്പയർ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ ദോശലമ്മ ഉണ്ടാക്കുന്നുള്ളൂ. ഇന്നാണെങ്കിൽ നീച്ച് വന്നപ്പോൾ മൊത്തത്തിലൊന്ന് നേരെ വൈകിയിട്ടുണ്ടായിനി. സാധാരണ ഞാൻ ഒരു 6:15 6:00 നീക്കലുണ്ട്. ബട്ട് ഇന്ന് നീച്ചപ്പോൾ 7:30 ആയിട്ടുണ്ടായിനി. ഇനി ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയെല്ലാം ഉണ്ടായിനി. അപ്പോൾ എല്ലാവരും ചെറുതായിട്ടൊന്ന് ഓഫാക്കി കടന്നുറങ്ങിയതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. ഞാൻ അങ്ങനെ തിന്നാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോശയും അതുപോലെ ചെറുപ്പയർ കറിയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ചെറുപ്പയർ കറി അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ. ലൈക്ക് ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കാം ചെറുപ്പയർ കറിയും ദോശയൊക്കെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഫുള്ള് തിന്നിട്ടില്ല. എനിക്ക് 2 ദോശ എടുത്തിട്ട് ആകെ 1/2 പകുതിയാണ് തിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കൂൾക്ക് ലഞ്ച് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ലഞ്ചിന് കൂട്ടാൻ ഇതാന്ന് സോയാബീനാണ്. അങ്ങനെ അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞു ഇത് ജസ്റ്റ് ഒന്ന് 2 പീസാക്കാൻ. കാരണം ഇത് മറ്റേ വലിയ സോയാബീനാണ്. അപ്പം ഞാനതങ്ങനെ മുറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആദ്യം ഞാൻ മണ്ടത്തിയാണ്ട് കയ്യിലൊക്കെ വെച്ചാണ് മുറിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞാൽ കട്ടിംഗ് ബോർഡ് എടുത്ത് മുറിച്ചിക്കോന്ന്. അപ്പോഴാണ് എനിക്ക് അങ്ങനെയൊക്കെ കത്തിയത്. അങ്ങനെ തന്നെ കട്ടിംഗ് ബോർഡ് വെച്ച് മുറിച്ചു. അങ്ങനത്തെ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി മസാല തേക്കൽ ഉണ്ടാക്കൽ പരിപാടികളൊക്കെ അമ്മ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മേലേക്ക് കയറി. ബിക്കോസ് നമുക്ക് ഡ്രസ്സ് എടുത്ത് വെക്കണമല്ലോ. ഞാൻ ഏതോ തട്ടക്കെട്ടാണ് വലിയമാരെ അതിനാ നിൽക്കുന്നത്. ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഓക്കെ, ഇതിപ്പോ എന്താ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു കണ്ണിങ്ങനെ ലൈക്ക് കുറച്ചിങ്ങനെ ചീർത്തിട്ടുണ്ട്. എന്തേ പ്രാണി ഇതായതോ അങ്ങനെ എന്തെങ്കിലും ഇക്കാരം എന്താ അറിയില്ല. ചെറിയ വേദനയൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അങ്ങനെ കുറച്ചു നേരം സെർച്ച് ചെയ്തതിനു ശേഷം ഞാൻ ഈ 2 ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മാക്സി ഡ്രസ്സും ഒന്നൊരു ടീഷർട്ടും എടുത്താണ്. ഇനി അഥവാ മാക്സി ഡ്രസ്സ് പറ്റിയില്ലെങ്കിൽ ടീഷർട്ട് ഇടാലോ. ഒന്നും കാരണം വിചാരിച്ചിട്ടാണ്. അങ്ങനെ മാറ്റലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറാക്കുകയാണ്. സോയാബീനാണ് ഇമ്മത ഒരു മസാല മാതിരിയാണ് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്റെ വരയിൽ അങ്ങനെ സോയാബീൻ ഉണ്ടാക്കല്ലോ കേട്ടോ. വളരെ റെയർ ആയിട്ട് എന്റെ വരെ സോയാബീൻ ഉണ്ടാക്കലും വാങ്ങലൊക്കെ ഉള്ളൂ. എനിക്കാണെങ്കിൽ സോയാബീൻ പൊരിച്ചതും അതേപോലെ ഈ മസാല അതിരി വെക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആക്കിയതിനു ശേഷം പിന്നെ ചോറ്റും പാത്രം പൂട്ടിച്ച് നമ്മൾ ബാഗിൽ കൊണ്ടുപോയി. ഇന്നാണെങ്കിൽ രാവിലത്തെ വല്ലാണ്ട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ക്ലിപ്പൊക്കെ കണ്ടില്ല നിങ്ങൾ സ്റ്റോക്ക് റൂമിന് മുന്നേ നിന്നാണ്ടാണ് ഇപ്പൊ ഇതൊക്കെ എടുക്കുന്നത്. ഞാൻ അപ്പന്റെ കൂടെ കേട്ടോ സ്കൂൾക്ക് പോവല്. അപ്പൊ അത് അപ്പ അവിടെ വണ്ടി എടുത്ത് റെഡിയായി നിൽക്കുകയാണെങ്കിൽ കൈമ കയറി പോയാൽ ഈ അപ്പഴത്തെ ക്ലിപ്പാണ് ഇതൊക്കെ തിരക്കിട്ടെടുത്തതാണ്. ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ സ്കൂൾ വിട്ട് വന്നു. ഇപ്പോൾ ടൈം 3:45 സംതിങ് വന്നു. ഇന്ന് നേരത്തെ വിട്ടു കേട്ടോ. ഇന്നെന്തോ മീറ്റിംഗ് എന്തോ ഉണ്ട്. അപ്പോൾ നേരത്തെ വിട്ടു. അതിനിപ്പം വന്നിട്ടുള്ളൂ. സോ അതാണ് എൻ്റെ മുഖം ഇങ്ങനെ നിൽക്കുന്നത്. വേർത്തു ഗൈസ്, കുഴങ്ങി. അപ്പോൾ അങ്ങനെ രാവിലെ വല്ലാണ്ട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് നീച്ചപ്പോൾ കുറച്ച് നേരമായി. നീച്ചാൻ കുറച്ച് നേരം വൈകി. പിന്നെന്താ തന്നെ അതുകൊണ്ട് വല്ലാണ്ട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്താ പള്ളിയിൽ നിന്നിട്ട് ചീരുണ്ണി ഉണ്ട്, നമുക്കത് തിന്നാം. ഓക്കെ, 3:20 ആയപ്പോൾ സ്കൂൾ വിട്ടു. ഞാൻ വീട്ടിലെത്തി. എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. എനിക്ക് പോകുമ്പോൾ ലൈക്ക് അങ്ങനെ ഫിറ്റ്സൊക്കെ എടുക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കാണിച്ചു. ചൂടെടുക്കുന്നുണ്ട്. എൻ്റെ മുഖം നല്ല ഒരുമാതിരി ആയിട്ടുണ്ട്. ബിക്കോസ് ഞാനിപ്പോൾ നടന്ന് വന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ആകെ ചുവന്നിട്ടാണുള്ളത്. എനിക്കാണെങ്കിൽ ടൈറ്ററൊന്നും ആകെ ഇട്ടിട്ടാ തോന്നുന്നുണ്ട്. നല്ലോ ചൂടെടുക്കണ്ടേനി. പിന്നെ ഒന്നാമത് നടന്ന് ഈ മല കയറി വന്നതും അല്ലേ, അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിക്കാരം. പിന്നെ ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിനി കേട്ടോ. മഴ ഒന്നും കാര്യമായിട്ടില്ല. രാവിലെ പെയ്ത മഴനുണ്ട്. ആ കസാലയുള്ള ഹെൽമെറ്റും റെയിൻകോട്ടും ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. എൻ്റെ ഔട്ട്ഫിറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ. ഇതാണ് ഇങ്ങനത്തെ ഒരു സ്ലീവ്ലെസ് മാക്സി ഡ്രസ്സാണ്. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ഞാൻ കുറച്ച് കട്ടാക്കിയതേനി കേട്ടോ എനിക്ക് ഇടാനും വേണ്ടിയിട്ട്. ഞാൻ അത്ര ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണല്ലോ. എന്നിട്ടാണെങ്കിലും ഞാൻ അതിൻ്റെ അടിയിൽ ബാഗൊക്കെ ഇട്ടാണ് പോയിന്. ഇത് എന്തിനും ഇട്ടതാണോ? അത് ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കാം. So let's unbox ചെയ്യാം. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. ജിലേബി, ഹൽവ, കപ്പ് കേക്ക് ഒക്കെയാണുള്ളത്. ഓക്കെ, നമുക്കിത് തിന്നാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് നേരത്തെ വിട്ടുമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും നേരത്തെ വിട്ടുണ്ടായിരുന്നു. ലൈക്ക് 3:30 അങ്ങനെ എന്തോ. ഒന്നിപ്പോൾ എന്തോ മീറ്റിംഗ് ഉണ്ടായിട്ട് നേരത്തെ വിട്ടു കേട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ച വിട്ടുണ്ടായി. കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പോൾ എന്താ റീസൺ പറഞ്ഞതൊന്നും എനിക്കറിയില്ല. അതായത് നേരത്തെ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം ലീവാണ്. അന്ന് വെള്ളിയാഴ്ച ആണല്ലോ. അതാണ് പിന്നെ ഒരു സമാധാനം. ലൈക്ക് ഒന്ന് രാവിലെ പോകുമ്പോൾ വെള്ളിയാഴ്ച രാവിലെയൊക്കെ ഇനി എങ്ങനെയെങ്കിലും വൈകുന്നേരം ആയാൽ മതി. ഇന്നലെ 2 ദിവസം ലീവാണല്ലോ. അതാണ് മനസ്സിലിപ്പ്. ഇന്ന് പിന്നെ അങ്ങനെ വല്ലാണ്ട് ക്ലാസ്സൊന്നും എടുത്തിട്ടില്ല. എന്നാകെ 3 പീരീഡ് എടുത്തിട്ടുള്ളൂ. 3rd പീരീഡ് 4th പീരീഡും ഫ്രീ പീരീഡ്. ഇനി 5th പീരീഡും ഫ്രീ പീരീഡ്.
നമുക്ക് 3 പീരീഡ് ക്ലാസ് എടുത്തിട്ടുള്ളൂ. ഇനി അടുത്തതായി നമുക്ക് കാരക്ക തിന്നാം. അടുത്തതായി നമ്മൾ കപ്പ് കേക്കാണ് തിന്നാൻ പോകുന്നത്. കണ്ടോ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റമാണ് ഹൽവ. പിന്നെ ഇതുകൂടെ നമുക്ക് തിന്നാം. അങ്ങനെ ചീരുണ്ണിയൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴാണ് ഫ്രിഡ്ജിൽ വത്തക്കുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പൊ പിന്നെ അതുകൂടി തിന്നാ വിചാരിച്ചു. നമ്മളിങ്ങനെ നടന്ന് കുഴങ്ങിയൊക്കെ വരുമ്പോൾ തണുപ്പുള്ള വത്തൊക്കെ കിട്ടിയാൽ അടിപൊളിയാണ്. പിന്നെ എൻ്റെ അടുത്ത അടുക്കള ഈസ് നോട്ട് ദാറ്റ് എസ്തെറ്റിക്, അതുകൊണ്ട് അതൊന്നും നിങ്ങൾ വല്ലാണ്ട് മൈൻഡ് ആക്കണ്ട. നമുക്ക് വാട്ടർ മെലോൺ മുറിക്കാം. ഓക്കെ, ഓൾറെഡി ഇന്നലെ തിന്നതിൻ്റെ ബാക്കിയാണ്. എനിക്ക് തിന്നാൽ ഇങ്ങനെയൊക്കെ മുറിച്ചാൽ മതി. ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ തിന്നും. അടുത്തത് ക്ലിയർ ഇല്ല. അങ്ങനെ വത്തക തീറ്റൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി. എൻ്റെ ഫേവറേറ്റ് പുള്ളി മാക്സിയാണ് ഇട്ടിക്കുന്നത്. ഈ മാക്സി നിങ്ങൾ കുറേ വട്ടം കണ്ടുണ്ടാവും. എൻ്റെ അമ്മ കുറേ കാലം ഇത് ഒഴിവാക്കാൻ പറയുള്ളൂ. ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കുറച്ച് അധികം നേരം തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓർഗനൈസ് വിത്ത് മീ വ്ലോഗ് ഉണ്ടല്ലോ, 20 മിനിറ്റല്ലേ ഉള്ളത്. അതിൻ്റെ തമ്പനയിലും വീഡിയോ എല്ലാം കുറച്ചൊന്ന് സെറ്റ് ആക്കാനായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈ കവറിലുള്ള പൈനാപ്പിൾ ഒന്ന് എസ്തെറ്റിക്കലി ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴോ കവറിൻ്റെ കൈ ഇങ്ങനെ ക്യാമറൻ്റെ മുന്നിലേക്ക് വരും. ലാസ്റ്റ് പിന്നെ പൈനാപ്പിൾ കയ്യിൽ പിടിച്ചാണ് വീഡിയോ എടുത്തത്. അതാകുമ്പോൾ പിന്നെ അത്ര റിസ്ക് ഇല്ല. ഇതാണ് ഇപ്പച്ചി കട്ടാക്കി തരാൻ പറഞ്ഞിനി, അപ്പോൾ അതിനും വേണ്ടി എടുത്തത്. അങ്ങനെ എന്താ പൈനാപ്പിളും കത്തിയും പ്ലേറ്റെല്ലാം കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ കട്ട് ചെയ്യുമ്പോഴേ ഞാൻ തിന്നല് തുടങ്ങും. അങ്ങനെ അവിടെ കുറച്ചു നേരം കുത്തർന്ന് പൈനാപ്പിളൊക്കെ അങ്ങോട്ട് തിന്ന് സഹകരിച്ചു കൊടുത്തു. നമ്മളോടാണെങ്കിൽ ഇതാ തേങ്ങ വിട്ടാണ്ട് കൊപ്പരാക്കുന്നത് ഈ മഴക്കാലത്താണ് ഗൈസ്, വളരെ വെറൈറ്റി ആയിട്ട്. അതിപ്പോൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ പോവാണ്. ഇപ്പൊ ഒരാഴ്ച ആയിട്ട് വല്ലാണ്ട് മഴ ഒന്നും ഇല്ലല്ലോ. രാത്രിയോ രാവിലെയൊക്കെ മഴ പെയ്താലായി, ഉച്ച സമയത്തെല്ലാം നല്ല വെയിലുണ്ടല്ലോ. ഇതിപ്പോ ഇതാ അവല് ഇതാർപ്പായിന്ന് ബക്കറ്റിക്ക് ആക്കാണ് കേട്ടോ കൊപ്പര. പിന്നെ ഞാനൊരു 7 മണിയെല്ലാം ആയപ്പോ ചോറുന്നാ വിചാരിച്ച് കറിയായിട്ട് ഇതാ കുമ്പളങ്ങ ഇങ്ങനെ തേങ്ങ അരച്ചൊരു കറിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഈ കറിയിത്ത ചോന്നമുളക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ബീഫൊക്കെ ഉണ്ടായി. പിന്നെ കൈപ്പങ്ങ ഉപ്പേരി ഉണ്ടായിട്ടോ. കൈപ്പങ്ങ ഉപ്പേരി വെക്കണത്, കറി വെക്കണത്, എത്തു വെക്കണത് എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ എൻ്റെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എന്ന് ഏതായാലും കമന്റ് ആക്കി. പിന്നെ ബാഗൊക്കെ ഒന്ന് എടുത്തു. ഇതിപ്പോ വൈകുന്നേരം കൊണ്ടുവച്ചതാണല്ലോ. അതിന് ഇതാ ഇതിന്റെ ഫ്രണ്ട് കൊണ്ടുപോയി ഷാള. ഇനി അങ്ങനെ അതും എന്റെ ചോറ്റും പാത്രമൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ച്. ഞാൻ ഇപ്പൊ ഇതിൽ രാവിലെ ബുക്സ് എടുത്ത് വെക്കുന്നൊന്നും കാണിച്ചില്ലല്ലോ. ഞാൻ വ്ലോഗ് എടുക്കാനുള്ള പ്ലാനിങ്ങിന് മുന്നേ ബുക്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ വീഡിയോ എടുത്താലോ എന്നുള്ളൊരു ഐഡിയ വന്നത്. അതുകൊണ്ടാണ് അതൊന്നും ഇതിൽ ഞാൻ കുളിച്ചാൽ വിചാരിച്ച്. അപ്പോൾ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മുടി കൊഴിച്ചിലുണ്ട്. അതുകൊണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയെന്ന സ്പെഷ്യൽ ഓയിലാണ് കഴിച്ചത്. ഇത് നാച്ചുറൽ വെളിച്ചെണ്ണ പ്ലസ് കരിയേപ്പിൻ്റെ എല്ലാം അങ്ങനെ എന്തൊക്കെയോ ആക്കിയിട്ട് എന്താണ് കാച്ചെടുത്തിട്ടുള്ള എണ്ണയാണ്. ഇതിൽ കരിയേപ്പിൻ്റെ എല്ലാം ഇട്ടോണ്ടാവും. ഇത് മൊത്തത്തിലൊരു പച്ച കളറാണ്. ഇത് കുളിക്കണേൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ 30 മിനിറ്റ് മുന്നേ ഒക്കെ എന്താണ് സ്കാൽപ്പിലിട്ട് വെക്കണം, എന്നാലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ ഇത് ഇട്ട പാടെ പോയി കുളിച്ചു. അങ്ങനെ എണ്ണ തേക്കണേൻ്റെ ഇടയിലാണ് സ്റ്റോക്ക് റൂമിലുള്ള മാങ്ങുപ്പിലിട്ടത് കണ്ടത്. ഓണത്തിന്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ പിന്നെ അതും കുറച്ചെടുത്തിട്ട് തിന്നു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നു. ഇതാണ് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്. പിന്നെ കുറച്ചധികം നേരം ഷോർട്സും യൂട്യൂബ് വീഡിയോസും റീൽസ് എല്ലാം കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ എന്റെ യൂണിഫോമിന്റെ മെറ്റീരിയൽ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് മെച്ചി. എന്റെ എല്ലാ യൂണിഫോമും സാധാരണ മെച്ചിനെയാണ് സ്റ്റിച്ച് ചെയ്യാറ്. പിന്നെ ഇതാ അപ്പച്ചി മാസിനും പാടെ ഏതൊരു സ്ഥലത്തിനെല്ലാം പോയിട്ടുണ്ടായിനി. അങ്ങനെ അവിടുന്ന് പോരുന്ന വൈക്കൽ ഇതാ പീപ്പിളിയും സോനാപ്പപ്പടിയൊക്കെ വാങ്ങിയിട്ടാ വന്നിട്ടുള്ളത്. ഇത് സാധാ നോർമൽ പീപ്പിൾ തന്നെ തോന്നുന്നുണ്ട്. അതിന്റെ എന്തെങ്കിലും ബലൂണെല്ലാം വെച്ചിട്ട് ലൈക്ക് എന്നിട്ട് വിടുമ്പോ ഇങ്ങനെ അച്ഛനാവാം. ഏതായാലും ഇപ്പോൾ ഈ പീപ്പിളി വാങ്ങിയോണ്ട് മാസിന് പെരയിലൊരു സൗകര്യം സമാധാനം തരുന്നില്ല. പിറ്റേന്ന് ശനിയാഴ്ച ഉണ്ടോ, ശനിയാഴ്ച എനിക്ക് ക്ലാസ്സില്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങും. എന്നിട്ട് ഇവരിങ്ങനെ ചൗടിൻ്റെ അടുത്ത് വന്നിട്ട് ഇതിനോട് അങ്ങനെ ഒച്ചപ്പാണ്ടാക്കും. ഇപ്പോൾ അതാ ഞാൻ ഒരു കൊണ്ടിട്ടുള്ള സോനാപ്പപ്പൊടിയൊക്കെ തിന്നതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടന്നിട്ടുണ്ടായിനി. ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ നേരത്തെ കടക്കും, പക്ഷേ ഉറങ്ങാൻ കുറച്ച് നേരം കഴിയുന്നു. ഇതിപ്പോൾ എന്താണ് പിറ്റേന്ന് ശനിയാഴ്ച ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇല്ലെങ്കിൽ ഞാനൊരു 10:30 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഉറങ്ങാനില്ല. അങ്ങനെ കുറച്ച് നേരം ഫോണെല്ലാം കണ്ടിട്ട് അങ്ങനെ കിടന്നു. പിന്നെ ഉറക്ക് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചു. ഞാൻ ആസ് യൂഷ്വൽ സിമ്പിളിന്റെ ഫേസ് വാഷ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സിമ്പിളിന്റെ ഫേസ് വാഷ് കഴിഞ്ഞു. ഞാൻ ഇപ്പൊ പിന്നെയും വാങ്ങിയിട്ട് ഞാനിപ്പോ ഈ ഫേസ് വാഷ് മിന്ത്രയെന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 150 ml 2 സിമ്പിളിന്റെ ഫേസ് വാഷിന് 518 രൂപയാണ് ആയിട്ട്. ഞാൻ ഏതായാലും ഞാൻ സിമ്പിളിന്റെ ഫേസ് വാഷ് യൂസ് ആക്കിയിട്ടുള്ള റിവ്യൂ, ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഫേസ് വാഷ് എല്ലാം ഇട്ട് പിന്നെ ഫേസ് എല്ലാം കഴുകി തോത്തിയിട്ട് നമ്മൾ കിടക്കാൻ പോവാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ഒരു ക്ലാസ് ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നത്. ഇതിപ്പോ എന്താ വെച്ചാല് എനിക്ക് ക്ലാസ് എല്ലാം തുടങ്ങുന്ന മുന്നേ ജൂൺ ആ ടൈമിലെല്ലാം എടുത്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിന്. ബട്ട് ഇതാകെ 3.5 മിനിറ്റേ ഉള്ളൂ. അപ്പൊ പിന്നെ അതൊറ്റക്ക് അങ്ങനെ ഇടാൻ എനിക്കൊരു മടി. മാസിന് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഓനങ്ങനെ മാറ്റി ഒരുങ്ങി ഇപ്പൻ്റെ ഒപ്പം പോയിട്ടുണ്ട്. പേണ ആക്കി കൊടുക്കരുത്. അങ്ങനെ കുറച്ചേരം ഞാൻ പ്രകൃതിയൊക്കെ കണ്ടിട്ട് അങ്ങനെ സ്റ്റൗട്ടിൽ ഇരുന്നു. ഈ ബോട്ടിലാണെങ്കിൽ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം കൂടി ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കാനും വേണ്ടി വാങ്ങിയത്. ഇനി വെള്ളം കൂടിയൊക്കെ കുറവൊന്നുമില്ല, പക്ഷേ യൂറിൻ ഇൻഫെക്ഷൻ മാറില്ല എന്ന് മാത്രം. അങ്ങനെ ടേബിളെല്ലാം മറ്റേ അലമ്പായിട്ടാണ് ഇനിയത്. അങ്ങനെ അതെല്ലാം ഒന്ന് അടക്കി ഒതുക്കി. പിന്നെ എൻ്റെ അമ്മ ഒരു പാകിസ്ഥാനി സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് വേസ്റ്റ് എല്ലാം ഉണ്ട് ടേബിൾ മേലെ. അങ്ങനെ അതെല്ലാം ഇപ്പൊ ഞാൻ എൻ്റെ വ്ളോഗിൽ കാര്യമായിട്ട് കാണിക്കണതോ പറയുന്നതോ ആയിട്ടുള്ള കാര്യമാണ് ഈ പാകിസ്ഥാന്റെ കാര്യം.
ഇതാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യണമെന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഇടണമെന്നൊക്കെ വ്ളോഗ് കൊടുത്തു വെച്ചു. വാട്ടെ കോയിൻസിഡൻസിലേ. ഇനിയിപ്പോൾ ഏതായാലും വീഡിയോ എടുത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുമാണല്ലോ. മഴയൊക്കെ നല്ല ഉസാറായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ അകലെ മൊത്തത്തിലൊന്ന് തട്ടിക്കൊട്ടി സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി. രാവിലെ ഞാൻ ചക്കയെ തിന്നുണ്ടേനിയത്. ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേനി. അപ്പോൾ ഞാൻ പുട്ടും കടലക്കറി എടുത്തത്. ആരാണ് ഈ കൊതുക് ബാറ്റൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചത്? ഇതങ്ങനെ അവിടെ യൂസ് ചെയ്യലൊന്നും ഇല്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അകം മൊത്തത്തിലൊന്ന് തോത്തിയെടുക്കാം എന്ന് വിചാരിച്ചു. ഇതിപ്പോ ഇതാ സിറ്റ് ഔട്ടിലെല്ലാം തോത്തിയിട്ട് ഫാൻ ഇട്ട് വെച്ചതാണ് ഉണങ്ങാനും വേണ്ടിയിട്ട്. ഈ സിറ്റ് ഔട്ടിലെ ഫാൻ ആണെങ്കിൽ എപ്പോഴൊന്നും വർക്ക് ചെയ്യലോ കേട്ടോ. വളരെ റെയർ ആയിട്ടേ വർക്ക് ചെയ്യുള്ളൂ. കുറെ നേരം സ്വിച്ചുമേ കളിച്ചാലും ചിലപ്പോൾ വർക്ക് ചെയ്യലില്ല. ഇന്നിപ്പോ ഇതാ എന്തോ ഭാഗ്യത്തിന് ഓണായി കിട്ടിയിക്കണ്. അങ്ങനെ ഡൈനിങ്ങാളും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ മൊത്തത്തിലൊന്ന് തോത്തി സെറ്റാക്കി എടുത്തു. ഇതിപ്പോ ട്രൈപ്പോഡ് വാങ്ങുന്നതിന് മുന്നെടുത്തിട്ടുള്ള വ്ളോഗാണല്ലോ, അതുകൊണ്ടാണ് തുടക്കുന്നതൊക്കെ ഇങ്ങനത്തെ രീതിയിൽ ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോക്ക് റൂം തപ്പിയപ്പോഴാണ് ഈ ഒരു മുട്ടായി കിട്ടിയത്. അങ്ങനെ അതും തിന്നു. പുറത്താണെങ്കിൽ ഇതാ നല്ല മയം പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോറ് എന്നാ വിചാരിച്ച് ചോറല്ല തിന്നണത് 4:30 കാരണം ഞാൻ ഒരു 12 മണിയല്ലായപ്പോ പുട്ടും കടലും തിന്നുണ്ടേനി. ഞാൻ നേരത്തെ കാണിച്ചില്ല. ചോറിനാണെങ്കിൽ ഇന്ന് ക്യാരറ്റ് ഉപ്പേരിയും അതേപോലെ ഒരു തേങ്ങ അരച്ച കറിയും പിന്നെ ബീഫൊക്കെയാണ് ഉണ്ടായിനി. അങ്ങനെ ചോറ് ഇന്നലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചധികം നേരം ഫോണെല്ലാം നോക്കിയിട്ട് അങ്ങനെ ഇരുന്നു. മാസനാണെങ്കിൽ ഇതാ ഏതോ മൂവിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെയാണ് ഇപ്പൊ കടന്ന് കാണുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ക്ലാസ് എല്ലാം ഉണ്ടെങ്കിൽ കൂടുതൽ വൈകുന്നേരമൊക്കെയാണ് കുളിച്ചല്. കാരണം എനിക്ക് രാവിലെ തന്നെ കുളിച്ചാണ്ട് ആ നന്ന മുടിയായിട്ട് ഡ്രസ്സെല്ലാം ചെയ്ത് പോകുന്നത് എന്തോ മധുരമാണ് എനിക്ക് തീരെ. എന്റെ മണിക്ക് വൈകുന്നേരം ഇപ്പൊ ചക്കയും ശർക്കരയെല്ലാം ഇട്ടിട്ട് എന്തോ ഒരു സാധനമെല്ലാം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇതാ നൈറ്റെല്ലായപ്പോ അമ്മക്ക് ഓട്സ് ഉണ്ടാക്കുന്ന പണിയിലാണ്. പിന്നെ ഇതപ്പോ പുറത്ത് വന്നപ്പോ ഷവർമ്മ ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ എന്താ വെറൈറ്റി ഒക്കെ ആകുമ്പോൾ രണ്ടാക്കും നല്ല പോക്കാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പാടെ അതൊക്കെ ഇരുന്നിട്ട് തിന്നു. ഞങ്ങൾ കൂടുതലും കീശേരി സുരയ്യത്ത് ഷവർമ്മയായിട്ട് വാങ്ങല്. നല്ല അടിപൊളി ഷവർമ്മയാണ് അവിടുത്തെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ കുറച്ച് സൈഡിന്റെ വ്ളോഗ്സ് മൊത്തം ഒരു പാകിസ്ഥാനിമായാണ്. ഈ ഒരു വ്ളോഗ് എടുക്കുന്ന ദിവസമാണ് ഈ ഒരു പാകിസ്ഥാനി സ്റ്റിച്ച് ആക്കിയിട്ടുണ്ടായിനി. അതിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് സ്റ്റിച്ച് ആക്കിയൊക്കെയല്ല, കുറച്ച് അങ്ങനെ സ്റ്റിച്ച് ആക്കിയൊക്കെ ഇനി ഇതിപ്പോ ഈ ലേസ് എല്ലാം വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇന്ത്യ ഒരു ബോട്ടിൽ വെള്ളാക്കാനും വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് പോയി. എനിക്ക് ഉറങ്ങണേന് മുന്നായിട്ട് പള്ള നിറച്ച് വെള്ളം കുടിച്ചണം, എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവും. നീ ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് ദാഹിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഉറങ്ങണേന് മുന്നേ അല്ലെങ്കിൽ കിടക്കണേന് മുന്നേ പള്ള നിറച്ചുകൊണ്ട് വെള്ളം കുടിച്ചു. ഇഞ്ഞത്തിനും സ്പേസ് ഇല്ലാത്ത രീതി. ഈ ഒരു ദിവസം ഞാൻ വ്ളോഗ് എടുത്തപ്പോൾ വല്ലാണ്ട് ക്ലിപ്സ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.